തീരുവയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടതിനു പിന്നാലെ വ്യാപാര കരാറിൽ ഇന്ത്യയുടെ നിർണായക നീക്കം. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇന്ന് നിശ്ചയിച്ചിരുന്ന ഇന്ത്യ-US യോഗത്തിൽ ഇന്ത്യ പങ്കെടുക്കില്ല. കരാറിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാനായി 3 ദിവസത്തെ യോഗമാണ് അമേരിക്കയിൽ നിശ്ചയിച്ചിരുന്നത്. നിയമവശങ്ങൾ പരിശോധിക്കാനായി നിശ്ചയിച്ചിരുന്ന യോഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തീരുവയിൽ അമേരിക്കയുടെ തുടർ നിലപാട് നിരീക്ഷിച്ചാകും ഇനിയുള്ള നീക്കമെന്നാണ് വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തീരുവ 15% സാഹചര്യത്തിൽ ഇടക്കാല വ്യാപാര കരാറിന്റെ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. മാർച്ചിൽ ഇടക്കാല കരാർ ഒപ്പിടുമെന്നും ഏപ്രിൽ മുതൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് നിലവിൽ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. അമേരിക്കയിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നീക്കങ്ങൾ മന്ത്രാലയം നിരീക്ഷിച്ച് വിലയിരുത്തുകയാണ്. പ്രതികാര നടപടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ചുമത്തിയ താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് പുതിയ പ്രതിസന്ധി. ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമത്തിന് കീഴിലാണ് ട്രംപ് താരിഫുകൾ ചുമത്തിയതെന്ന് വിധിയിൽ വ്യക്തമാണ്. അതേസമയം സുപ്രീം കോടതി വിധി മറികടക്കാൻ 1974 ട്രേഡ് ആക്ടിലെ സെക്ഷൻ 122 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് ആഗോള തീരുവ 15% ഉയർത്തുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഇത് 10%. ദേശീയ അടിയന്തരാവസ്ഥാ നിയമം ഉപയോഗിച്ച് തീരുവ ചുമത്തിയത് പ്രസിഡന്റിന്റെ അധികാര പരിധിക്ക് പുറത്താണെന്നായിരുന്നു സുപ്രീം കോടതി വിധി. ഇതിനെ തമാശ എന്ന് വിശേഷിപ്പിച്ച് ട്രംപ് പുതിയ നിയമവഴിയിലൂടെ താരിഫുകൾ ഉടനടി പ്രാബല്യത്തിൽ വരുത്തി. രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പണമിടപാടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമമാണിത്. ഇതനുസരിച്ച് ഫെബ്രുവരി 24 മുതൽ പുതിയ തീരുവകൾ നിലവിൽ വരും. ഈ നിയമപ്രകാരം 150 ദിവസം വരെ പരമാവധി 15% തീരുവ ചുമത്താം. ഈ പരിധിയാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 150 ദിവസത്തിനു ശേഷം അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലെങ്കിൽ ഈ തീരുവ അവസാനിക്കും. അതേസമയം ട്രംപ് ഭരണകൂടം ചുമത്തിയ അധിക തീരുവ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ട്രംപിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഈടാക്കി തുടങ്ങിയ ഉയർന്ന തീരുവ സംബന്ധിച്ച് ആശയക്കുഴപ്പം. ഇറക്കുമതി തീരുവയായി $13,300 കോടി ഇതിനകം ട്രംപ് ഭരണകൂടം പിരിച്ചെടുത്തത്. ഇത്തരത്തിൽ പിരിച്ചെടുത്ത ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചതോടെ ഇത് കമ്പനികൾക്ക് തിരികെ നൽകേണ്ടി വരുമോ എന്നതും നഷ്ടപരിഹാരം എത്രയായിരിക്കുമെന്നതും സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഉയരുന്നത്. കമ്പനികൾ റീഫണ്ടിനായി സർക്കാരിനെ സമീപിച്ചതായാണ് വിവരം. എന്നാൽ പണം തിരികെ നൽകുന്ന നടപടി സങ്കീർണമാകാം. ഇറക്കുമതിക്കാർക്ക് ഉയർന്ന തീരുവ പണമായി തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അഭിഭാഷകർ പറയുന്നു. എന്നാൽ നടപടിക്രമം കുറച്ചു കാലത്തേക്ക് സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കാമെന്ന് വിൻസൺ ആൻഡ് എൽക്കിൻസ് നിയമസ്ഥാപനത്തിലെ പങ്കാളിയായ അഭിഭാഷകൻ ജോയ്സ് അഡറ്റൂട്ടു പറഞ്ഞു. അതേസമയം US സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലും ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തനിക്കെതിരെ വിധി പ്രസ്താവിച്ച സുപ്രീം കോടതി ജഡ്ജിമാരെ വിഡ്ഢികൾ, വളർത്തുപട്ടികൾ എന്ന് വിളിച്ച് ട്രംപ് അധിക്ഷേപിച്ചു. താരിഫുകൾ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വിധി അങ്ങേയറ്റം നിരാശാജനകമാണ്. കോടതിയിലെ ചില അംഗങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന് ശരിയായത് ചെയ്യാൻ ധൈര്യമില്ലാത്തതിൽ ലജ്ജിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.